അമ്മാൻ കുട്ടീസ് കിച്ചണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തൃപ്പരപ്പിൻ്റെ മണ്ണിലേക്ക്. കൊല്ലവർഷം 300-നിടയ്ക്ക് അഗസ്ത്യമലയ്ക്കപ്പുറം കോതയാറൻ തീരത്ത് ജീവിച്ച കാട്ടുരാജാവായിരുന്നു വീര മാർത്താണ്ഡവർമ്മൻ. എന്നാൽ തൊട്ടടുത്ത പാണ്ഡ്യരാജ്യത്തു നിന്നുള്ള ആക്രമണം തടയാൻ വീര മാർത്താണ്ഡവർമ്മൻ ഒരു കോട്ട കെട്ടി ഭരിച്ചിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മകൾ കരുമ്പാട്ടിക്ക് പ്രണയം. കൊച്ചാത്തിച്ചനോട് അവരുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹത്തിന് എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു, കൂട്ടത്തിൽ പാണ്ഡ്യരാജാവിനെയും. എന്നാൽ കരുമ്പാട്ടിയെ തൻ്റെ ദാസിയായി തരൂ എന്ന് പറഞ്ഞ് പാണ്ഡ്യരാജൻ മാർത്താണ്ഡവർമ്മനെ ആക്ഷേപിച്ചു. പ്രതികാരിയായി അരയൻ കോതയാറ്റിൽ കല്ലുകൾ ചേർത്ത് അണകെട്ടി പാണ്ഡ്യരാജ്യത്തേക്കുള്ള വെള്ളം തടഞ്ഞു. പാണ്ഡ്യരാജാവ് യുദ്ധത്തിനൊരുങ്ങി. തോൽവി ഉറപ്പായതോടെ അരയൻ കല്ലണയിൽ തന്നെ ജീവനൊടുക്കി. കരുമ്പാട്ടിയാകട്ടെ പാണ്ഡ്യരാജാവിൻ്റെ ദാസിയാവാതിരിക്കാൻ മാടൻ തമ്പുരാൻ്റെ മുന്നിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു. അന്നു മുതൽ കോതയാർ പാണ്ഡ്യരാജാവിൻ്റെ അധീനതയിലായി. ഇവിടെ നിന്നും ഒഴുകിയെത്തി പുറംനാട്ടിൽ കോതയാർ തീർത്ത വിസ്മയമാണ് തൃപ്പരപ്പ്. കോതയാറെ, നീ എത്ര സുന്ദരിയാണ്! കേശിനെ രക്ഷിക്കുവാനായി വന്ന നീ ഇവിടെ ആർത്തുല്ലസിച്ചൊഴുകുന്നു. മഴ മാറി നിൽക്കുമ്പോൾ മനം കുളിർപ്പിക്കാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടും. കൊറോണയുടെ സാഹചര്യത്തിൽ ഇന്നലെ വരെ തൃപ്പരപ്പിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു. ഇന്ന് തുറന്നതേയുള്ളൂ, എന്നിട്ടും സഞ്ചാരികൾക്ക് കുറവില്ല. ആകാശത്തേക്ക് പടർന്നു നിൽക്കുന്ന ഗൃഹശൃംഗങ്ങളും സ്ഫടികതുല്യമായ ജലാശയവും തൃപ്പരപ്പിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. 50 അടിയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. തൂവെള്ള നിറത്തിൽ തൂക്കിച്ചാടുന്ന കോതയാറിന് എന്തെന്നില്ലാത്ത കുളിരാണ്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായി ഇവിടെ പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഔഷധങ്ങൾ നിറഞ്ഞ അഗസ്ത്യമലയിൽ നിന്നുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ ശരീരവും മനസ്സും തണുക്കും. തൃപ്പരപ്പിൻ്റെ മനോഹാരിതയെ ഒരു ടൂറിസം മേഖലയിലേക്ക് വളർത്താനായിട്ട് തൃപ്പരപ്പ് ടൗൺ പഞ്ചായത്ത് ഇവിടെ കൽമണ്ഡപങ്ങളും ചിൽഡ്രൻസ് പാർക്കും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഈ കൽമണ്ഡപങ്ങളിൽ വിശ്രമിക്കാനിരുന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റും തണുത്ത കാറ്റിൻ്റെ മർമ്മരം. തൃപ്പരപ്പിൻ്റെ തീരത്തായി നമുക്കൊരു മഹാദേവ ക്ഷേത്രം കാണാം. ശിവാലയ ഓട്ടങ്ങളിൽ 3ാമത്തെ ക്ഷേത്രമാണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനും പറയാനുണ്ട് ഐതിഹ്യം. സതീദേവിയുടെ മരണത്തിന് കാരണക്കാരനായ ദക്ഷ പ്രജാപതിയെ വധിച്ച ശേഷം വീരഭദ്ര രൂപം കൊണ്ട മഹാദേവൻ ഒരു ഉഗ്രരൂപിയായി ഒരു കരിമ്പാറയുടെ മുകളിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഗ്രഹം സ്വയംഭൂവാണ്. ഉഗ്രരൂപിയായ വീരഭദ്രനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹാദേവൻ്റെ ശിവലിംഗമല്ല, ശിവരൂപമാണ്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പോലെ നന്ദി ശിവൻ്റെ എതിർഭാഗത്തായിട്ടല്ല നിൽക്കുന്നത്, മറിച്ച് വടക്കോട്ട് മാറിയാണ്.
ഉഗ്രകോപിയായിരിക്കുമ്പോൾ നന്ദിക്ക് പോലും ശിവനോട് നേരെ നിൽക്കാൻ പേടിയാണ്. സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശിവഭഗവാന്റെ പ്രതിഷ്ഠ കിഴക്കോട്ടേക്കായിരിക്കും. എന്നാൽ പടിഞ്ഞാറോട്ട് പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രം തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ക്ഷേത്രങ്ങളിൽ ശിവഭഗവാനും തിടപ്പള്ളിയും കൊടിമരവും ഒരേ ദിശയിലാണ്. എന്നാൽ ഇവിടെ ശിവഭഗവാൻ ഉഗ്രകോപിയാണെന്നും ചലനാത്മകമാണെന്നും ഉള്ളതിന് പ്രതീകമായി എല്ലാത്തിൻ്റെയും സ്ഥാനം അല്പം മാറ്റിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന് മുന്നിൽ കോതയാറും കോതയാറിന് നടുവിൽ ഒരു കൽമണ്ഡപവും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണിത്. പണ്ട് ഇതിലേ പോകാൻ ഒരു വഴിയുണ്ടായിരുന്നു. ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനായി തൃപ്പരപ്പൊരുങ്ങിയപ്പോൾ ചുറ്റും കടകളും ഉണ്ടായി. രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ തൃപ്പരപ്പിലേക്കുള്ള യാത്ര ചെയ്യുന്നത്. ആദ്യ ദിവസം മഹാദേവ ക്ഷേത്രവും, രണ്ടാമത്തെ ദിവസം തൃപ്പരപ്പ് വാട്ടർഫോൾസ്. തൃപ്പരപ്പിൻ്റെ മറുകരയിൽ വന്നിട്ടാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോയത്. മറുകരയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. കരയിൽ നിന്നുള്ള കാഴ്ചയാണിത്. തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രമാണ് കാണുന്നത്. തൃപ്പരപ്പിന്റെ മനോഹാരിതയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അമ്മൻ കുട്ടീസ് കിച്ചണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ ഒരു യാത്രയിലാണ്. എവിടേക്കാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ?